തന്നെ. അപ്പൊ ഒരു നമ്മളൊരു പ്രവാസിയാണ് ആലിക്ക. ക്യാൻസർ ആയിട്ട് നമ്മളെ കാണാൻ വന്നിരുന്നു. എന്നെ കാണാൻ വരുന്ന സമയത്ത് സംസാരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. വളരെ പ്രയാസമായിരുന്നു. അന്നും ഇതുപോലെ തലയോടിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് ശിഫയാക്കി തരുന്നില്ലേ. തങ്ങളിപ്പോ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. ഞാൻ 22 വർഷക്കാലം സൗദി അറേബ്യയിലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു, കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും. തീരെ സുഖമില്ലാതെയാണ് സൗദി അറേബ്യയിൽ വന്നത്. ഇവിടെ വന്നു ഞാൻ സലാത്തുൽ ഫാത്തിഹയില് പങ്കുകൊണ്ടു. 3 മാസമായി തുടർച്ചയായിട്ട് ഞാൻ കാണുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞാനും തങ്ങൾ പാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ പോയിരുന്നു. ഞാനും എൻ്റെ കുടുംബവും കൂടെ. അപ്പം എൻ്റെ നിറകും തലയിൽ കൈവച്ച് പറഞ്ഞു, വിഷമിക്കരുത്, അള്ള ഷിഫ തരും, മോൻ ഒന്നുകൊണ്ട് വിഷമിക്കരുതെന്ന് തങ്ങളിപ്പോൾ പറഞ്ഞു. അത് പ്രകാരം അൽഹംദുലില്ലാഹ് ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. അതിനെ എനിക്ക് പറയാനുള്ളത്, എന്നെ കാണാൻ വരുമ്പോ സംസാരിക്കാനൊക്കെ വളരെ പ്രയാസത്തിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലിക്കാക്ക് ആഫിയത്തുള്ള ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ. ഒരു പവന്റെ സ്വർണ്ണാഭരണം ഇൻഷാ അല്ലാഹ്. ഇത് ആരിക്കാന്ന് പറഞ്ഞിട്ടില്ല. തങ്ങൾ പാപ്പുണ്ട്, മജ്‌ലിസ് ഉണ്ട്, എത്തിക്കുട്ടികളുണ്ട്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർണ്ണാഭരണത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എത്രയും പെട്ടെന്ന് ഇനിയുള്ള വിഷയത്തിൽ വൈറസ് ഉണ്ടെങ്കിൽ അല്ലാഹു എത്രയും അല്ലാഹു കരിച്ചു കളയട്ടെ. അവരുടെ മക്കൾക്കൊന്നും അല്ലാഹു ഇങ്ങനത്തെ ഒരു രോഗം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. ഈ മജ്‌ലിസിൽ ക്യാൻസർ രോഗികളുണ്ട്, അല്ലാഹു നിങ്ങളുടെ രോഗം ശക്തിയാക്കിട്ടോ. അല്ലാഹു എല്ലാവരുടെ രോഗം അല്ലാഹു ശക്തിയാക്കി തരും.